വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ നിങ്ങൾക്ക്? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് പ്രഷറിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെ, കുറെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4 നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ടു ഡ്രോ വാട്ടർ ഫ്രം എ വെൽ വി ഹാവ് ടു pull at the rope. നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. എ ചാർജ്ഡ് ബോഡി ഡാഷ് ആൻഡ് അൺചാർജ്ഡ് ബോഡി ടുവേർഡ്സ് ഇറ്റ്. നമുക്കറിയാം ഒരു ചാർജ്ഡ് ബോഡിയും ഒരു അൺചാർജ്ഡ് ബോഡിയും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ അല്ലേ, ദേ വിൽ മേക്ക് സം ലവ്. നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. സോ എ ചാർജ്ഡ് ബോഡി അട്രാക്ട്സ് അല്ലേ an uncharged body towards it. അല്ലേ, വെരി സിമ്പിൾ. നെക്സ്റ്റ്, ടു മൂവ് എ ലോഡഡ് ട്രോളി വി ഹാവ് ടു push it അല്ലേ, പുഷ് ചെയ്യണം. നെക്സ്റ്റ്, the north pole of a magnet dash the north pole of the magnet. എടാ എന്താണ് ക്വസ്റ്റ്യൻ അല്ലേ? ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ, 2 മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ 2 മാഗ്നറ്റിന്റെ നോർത്ത് പോൾ അടുത്താണ് വന്നിട്ടുള്ളത് അല്ലേ. 2 മാഗ്നറ്റിന്റെ അല്ലേ ഒരു ഏതെങ്കിലും 2 പോളുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ they will repel അല്ലെ. ഇവരെന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യോ? ഇല്ല, അവരെന്തെങ്കിലും അകന്നകന്ന് പോലെ they will repel അല്ലെ. ഈസിയാണ് നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട്. റിപ്പൽ സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ക്ലൂകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മേലെ ഇത് എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. ABCD 4 എണ്ണമാണ് തന്നിട്ടുള്ളത്. വെരി വെരി സിമ്പിൾ ആണ് അല്ലേ. ടു സ്ട്രെച്ച് ദ ബോ ദ ആർക്കർ അപ്ലൈസ് എ ഫോഴ്സ് ദാറ്റ് causes a change on its shape അല്ലേ. നമുക്ക് അറിയുന്ന കാര്യം സിമ്പിൾ ആണ് അല്ലേ. shape. Next, the force applied by the archer to stretch the bow is an example of muscular force അല്ലേ. ടച്ച് ചെയ്യുന്ന ഫോഴ്സ് ആണ് മസ്കുലാർ ഫോഴ്സ്. നമുക്കറിയാം അല്ലേ, മസ്കുലാർ ഫോഴ്സ്. Next, the type of force responsible for a change in the state of motion of the arrow is an example of a contact force. നമുക്ക് പറയാൻ പറ്റും അല്ലേ, contact force. Next എന്താണ്? While the arrow moves towards its target, the force is acting on it are due to gravity and that due to the friction of air. നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമ്മോട് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ഇക്വേഷൻ? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് തന്നിട്ടുണ്ട് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. ഈ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ഏരിയ തരാണ്. ഏരിയ ഇസ് ഈക്വൽ ടു 4 മീറ്റർ സ്ക്വയർ. 4 എന്ന് പറയുന്നത് അല്ലെ ഏരിയ ആണ്. മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഏരിയന്റെയും ഫോഴ്സിന്റെയും പ്രഷറിന്റെ ഒക്കെ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇങ്ങനെ തന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് പറയാണ് ഫൈൻഡ് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അല്ലേ. ഇക്വേഷനിൽ കൊടുത്താൽ മതി. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് എത്രയാണ്? 20 ആണ്. ഏരിയ എന്താണ്? 4 ആണ്. സോ 20/4. വെരി വെരി സിമ്പിൾ. 5. ഈ 5 എന്ന് മാത്രം എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പ്രഷറിന്റെ യൂണിറ്റും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ എഴുതി കൊടുക്കണം. ആൻഡ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് പാസ്കൽ. എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് മറ്റൊരു യൂണിറ്റ്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് പാസ്കൽ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തെറ്റിക്കാൻ പാടില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇനിയും ഒരുപാട് MCQs ഒരുപാട് വലിയ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാതിരിക്കും. ബൈ. താങ്ക് യു സോ മച്ച്.